ഖബറിലെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന സമയത്ത് അന്ന് മുമ്പ് നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു. അത് ചോദിച്ചപ്പോൾ ആരോ ഈ ഖബർ അടക്കം ചെയ്യാത്ത ആളുകൾക്ക് എങ്ങനെയാണ് ഖബർ ശിക്ഷ ഉണ്ടാകുക? അപ്പോൾ ഉദാഹരണത്തിന് ചൂരൽമലയിലെ പിന്നെ ഒരു സ്ഥലത്ത് ചൂരൽമലയിലെ ആ ഒരു സ്ഥലത്ത് നിന്ന് വെള്ളത്തിലൊക്കെ ആയിപ്പോയ ആളുകളും പല ഭാഗങ്ങളിൽ ശരീരങ്ങളിലായിട്ട് പോയ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവരിപ്പോൾ ഖബറിൽ അടക്കാത്തത് കൊണ്ട് അവർക്കിപ്പോൾ ഖബർ ശിക്ഷ ഉണ്ടാവില്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ ചോദിച്ചു. അപ്പം ഞാൻ ഈ ഖബറിൽ അടക്കിയ ആളുകൾക്ക് തന്നെ ഖബറിൽ അടക്കം ചെയ്ത ആളുകൾക്ക് തന്നെ അവർ എത്ര കാലമാവും ഖബർ ശിക്ഷ ഉണ്ടാകുക? അവരുടെ ബോഡി നശിച്ചു പോകണവരെ. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നരകത്തിൽ തീ വന്നിട്ട് പെട്ടെന്ന് ബോഡി ഇറുക്കി പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടേത് കഴിഞ്ഞോ? അല്ലെങ്കിൽ അവരെന്ത് ചെയ്തു മണ്ണായി കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞു. അല്ലെങ്കിൽ വേറെ ആ ഖബറിൽ തന്നെ വേറെ മയ്യത്തിനെ മറവ് ചെയ്യാൻ എപ്പോഴാണ് പറ്റുള്ളൂ? ഈ മയ്യത്ത് നുരുമ്പിപ്പോയിൻ്റെ വരെ. അപ്പം നുരുമ്പണ വരെയാണോ അപ്പം ശിക്ഷ ഉള്ളത്? അപ്പം ശരീരത്തിനല്ല ശിക്ഷ എന്ന് മനസ്സിലായില്ലേ? സിമ്പിൾ ലോജിക്കാണ്. ശരീരത്തിനല്ല എന്ത് ചെയ്യണത് ശിക്ഷ കൊടുക്കണം. അങ്ങനെ ശരീരത്തിന് ആ ശിക്ഷ വെച്ചാൽ ഈ മണ്ണിൽ വെച്ച ആളുകൾക്ക് മാത്രമേ ശിക്ഷ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലത്ത് കാല് മുറിച്ചു പോയ ആള് ജീവിതകാലത്ത് എന്ത് ചെയ്തു? അവൻ്റെ കാല് മുറിച്ച് എന്നിട്ട് മറവ് ചെയ്ത് രണ്ടു കാലും മുറിച്ചു നോക്കുക. അല്ലെങ്കിൽ കട്ടതിൻ്റെ പേരിൽ തന്നെ കൈ മുറിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇനി ഇവർക്ക് ശിക്ഷ ഇല്ല എന്നുള്ളതാ. അവയവമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ആ ശരീരം പകുതിയുള്ളൂ, വലിയ അവയവമല്ല. അപ്പോൾ പിന്നെ ഓർക്ക് അതിനകത്ത് പിന്നെ കുറച്ച് ഉണ്ടാവുള്ളൂ എന്നുള്ളതല്ല. അപ്പം ശിക്ഷ അപ്പം വരുന്നത് ഏതാണ്? അവരുടെ റൂഹിനേക്കാണ് എന്ത് ചെയ്യണത്? അവർ റൂഹിൻ്റെ മേലിലാണ് ശിക്ഷ വരുന്നത്. റൂഹിൻ്റെ മേലിൽ വരുന്ന ശിക്ഷ നമ്മളത് അറിഞ്ഞോളുന്നുണ്ടാവില്ല. ഇപ്പം നമ്മളെ അടുത്ത് ഒരാൾ ഇരിക്കുകയാണ്, അല്ല ഒരാൾ കടന്നുറങ്ങുകയാണ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഉണ്ട്. അയാളെന്തോ ഭീകരമായ സ്വപ്നം കാണുന്നു. അയാൾ കടലിൽ പിന്നെ ട്രെയിനിൻ്റെ അടിയിൽ പെടുന്നതും മേല് മുറിയാവുന്നതും കരയണും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ അയാൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊന്നും അറിയണില്ല. അയാളെ ശരീരമോ അങ്ങനെ അവിടെ കിടക്കുക. ഒരു കൂടെ നമ്മൾ കാണുന്നില്ല. ഓണറിനായിട്ട് ആൾ പറയുക, ഞാൻ ഭയങ്കര സ്വപ്നം കണ്ടൊക്കെ പേടിച്ച് ട്രെയിനിലും വണ്ടിയിലൊക്കെ പോയിട്ട് അങ്ങനെ ആയി ഇതൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളവിടെ പറയുകയാണ്. അയാളവിടെ പറഞ്ഞ സമയത്ത് നമ്മളെന്ത് ചെയ്യാണ്? നമ്മളതില്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്തു? അവിടെ അയാളെല്ലാം എന്ത് ചെയ്തു? അനുഭവിച്ചു വന്നു. സ്വപ്നത്തിൽ നമ്മൾ അനുഭവിച്ചതിൻ്റെ ഫീലിംഗ് നമുക്ക് എത്രത്തോളം സ്വപ്നത്തിൽ ഉണ്ടാവലുണ്ട്? സ്വപ്നത്തിൽ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചതിൻ്റെ ഫീലിംഗ് സ്വപ്നത്തിൽ തന്നെ നമുക്ക് ഉണ്ടാവലുണ്ടല്ലോ. ഓ, പിന്നെ ചില സ്വപ്നങ്ങൾ ഞെട്ടിക്കഴിഞ്ഞ് ഉണർന്നിട്ടാവും അൽഹംദുലില്ലാ സ്വപ്നമായിരുന്നല്ലോ എന്നുള്ള സമാധാനം ഉണ്ടാവുന്നത്. അപ്പം എന്നതുപോലെ റൂഹിനിക്കാണ് എന്ത് വരുന്നത്? ഈ ശിക്ഷകളൊക്കെ വരുന്നത്. അപ്പം അത് പിന്നെ വെള്ളത്തിൽ പീസ് പീസായിട്ട് ആയിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ അടിയിൽ ചതഞ്ഞരിഞ്ഞ് ബോഡി കിട്ടാതായി, അല്ലെങ്കിൽ ട്രെയിന് കത്തിയ പോലെ കത്തിക്കരിഞ്ഞ് ചാരമായിപ്പോയി, അല്ലെങ്കിൽ പിന്നെ കുഫാറുകൾക്കൊക്കെ ചെയ്യുന്ന മാതിരി ഇലക്ട്രിക് സിമിട്രത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പം അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, മനുഷ്യ അത്ര നീ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. അതിൻ്റെ ഒരു ഡെഡ് ബോഡിയെ കറണ്ടിൻ്റെ ഒരു ഇതിലേക്ക് വെച്ച് ഡോറടച്ച് അവിടെ വോൾട്ട് ഓണാക്കിക്കൊണ്ട് എത്രയോ 1000 വോൾട്ട് ബോഡിയിൽ കയറ്റി കൊടുത്ത് നിമിഷങ്ങൾ കൊണ്ട് ആ ശരീരം ചാരമായിട്ട് വന്നിട്ട് അതിൻ്റെ ഇത് തുറന്നിട്ട് ഡ്രോയർ തുറന്നിട്ട് അതിന് ഒരു പൊടി ചാരം, ഒരു 1/4 കിലോനൊക്കെ വരുന്ന, 1/4 കിലോ പിന്നെ കോൺഫ്ലവറിൻ്റെ ഒക്കെ വലിപ്പം വരുന്ന ഒരു 1/4 കിലോ പൊടിയായിട്ട് ഡസ്റ്റായിട്ട് ആ ബോഡീനെ എന്ത് ചെയ്ത് മാറ്റി. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവർക്കും കൊണ്ട് ചെയ്താൽ ഇനി മുസ്ലിങ്ങൾക്ക് തന്നെ അങ്ങനെയാണ് ചെയ്താൽ പോരെ? അത് ചിന്തിച്ച് നോക്കി. മുസ്ലിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുക? അങ്ങനെ ഡസ്റ്റാക്കി വിടുക. ഖബറല്ല, അപ്പം അതല്ല, അത് പഠിച്ചവനല്ലേ ഇതൊക്കെ ഉണ്ടാക്കി, ഹക്കീമായ റബ്ബ് ഉണ്ടാക്കി നിയമങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അള്ളാഹുവിന് അത് കൃത്യമായ കാഴ്ചപ്പാടാണ്. അപ്പോൾ റൂഹിനെ എന്ത് ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഒന്ന് കൊണ്ടുപോയി ഉണ്ടാവും. ആ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ തന്നെ റൂഹിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോണത് എന്ന്. ഏത് സമയത്ത് പാതിരാത്രിയുടെ മണ്ണിൽ അവൻ്റെ റൂഹ് അസറായിൽ വന്ന് അവനിൽ നിന്ന് വേർപിരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ ശരീരമൊന്നുമില്ല. ഇനി അള്ളാഹു തആല എന്ത് ചെയ്യും? അതിനെ ഒന്നാക്കും. എവിടെയാണോ ഉള്ളത് വെച്ചാൽ ആ റൂഹുകളൊക്കെ അള്ളാഹു തആല എന്ത് ചെയ്യും? അത് ഒന്നാക്കിയിട്ട് ആണ് മഹ്ശറയിലേക്ക് പുനരുജ്ജീവിപ്പിക്കുക. അതും പടച്ചോന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി റബ്ബിനോട് ചോദിച്ചില്ലേ, കൈഫ തുഹീൽ മൗത്ത, പഠിച്ചവൻ എങ്ങനെ മരിച്ചോലെ ജീവിപ്പിക്കുക ചോദിച്ച സമയത്ത് അതാണ് അബലൻ തുഅ്മിൻ, നീ വിശ്വസിച്ച ആളെന്നല്ലേ എന്ന് ചോദിച്ചു. അതായത് വിശ്വാസമില്ലായിട്ടല്ല ചോദിക്കണമെന്നുള്ളതല്ല, വിശ്വസിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇനി എന്താന്ന് ചോദിക്കുന്ന സമയത്താണ് അയാക്കിലെത്തുമ്പോൾ ഇന്ന കൽബി,
ഹൃദയം ഒന്ന് കൂടുതൽ എന്താകാൻ വേണ്ടി അത് അള്ളാഹിൻ്റെ ഇതിൽ വിശ്വാസമില്ലായിട്ടല്ല, യക്കീന് കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അത് ചോദിച്ച്. അങ്ങനെ ഉണ്ടാവില്ല മനുഷ്യന്മാരുടെ ഇടയിൽ. നമുക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണെങ്കിലും അതൊന്നും കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്നും കൂടി കേൾക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കല്യാണത്തിന് വരും ഉറപ്പാണ്, എന്നാലും വിളിച്ചിട്ട് അല്ല നിങ്ങൾ കല്യാണത്തിന് വരൂലേ, പിന്നെ വരില്ലേ എന്ന് പറഞ്ഞ മാതിരി, അല്ല വരില്ല എന്ന് പോലെ പറഞ്ഞിട്ടല്ല എന്ന മാതിരി അള്ളാഹുവിന് യഹ്യാ ഉൽ മൗത്തിനുള്ള കഴിവില്ല എന്ന് ഇബ്രാഹിം നബി വിശ്വസിക്കാഞ്ഞിട്ടല്ല. അതും കൂടെ കാണാൻ വേണ്ടി അള്ളാഹു താല 4ഓളം പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു, 4ഓളം പക്ഷികളെ കഷ്ണങ്ങളാക്കാൻ പറഞ്ഞിട്ട് 4നെയും 4 ഭാഗത്ത് വെക്കുകയും 4നെയും വിളിക്കാൻ പറഞ്ഞപ്പോൾ അവകൾ എന്ത് ചെയ്തു, അവിടുന്ന് കടന്നു വന്നു. അപ്പോൾ പിന്നെ പരിശുദ്ധ അള്ളാഹു താല തന്നെ ചോദിക്കുന്നുണ്ട്, പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനാണോ ഉണ്ടായതിൽ ഇല്ലാതെയായതിൻ്റെ ശേഷം സൃഷ്ടിക്കാൻ അത്ഭുതം? ഒന്നുമില്ലാത്ത നമ്മൾ അള്ളാഹു താല സൃഷ്ടിച്ചപ്പോൾ ഇനി രണ്ടാമത് തന്നെ പുനഃസൃഷ്ടിക്കാൻ അള്ളാഹുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വളരെ വളരെ ലോജിക്കായ ഒരു ചോദ്യം അള്ളാഹു താല മാനവ സമൂഹത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം അതിനെക്കുറിച്ച് അതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു താല ഹക്ക് മനസ്സിലാക്കാൻ നമുക്ക് വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഔലൻ നാസി ബിൽ മയ്യിത്തി. ഇനി മയ്യത്തിനോട് ഏറ്റവും ബന്ധമുള്ള ആളുകൾ, അതായത് മരിക്കണീൻ്റെ മുമ്പേ ആരാണ് മയ്യത്തിനോട് ബന്ധം, മയ്യത്ത് കഴിഞ്ഞ് ഇനി മയ്യത്തിൻ്റെ തുടർ കർമ്മങ്ങൾ ചെയ്യാൻ ആരാണ് ബന്ധം, കുളിപ്പിക്കുന്ന വിഷയത്തിൽ ആർക്കാണ് മയ്യത്തിനോട് ഏറ്റവും ബന്ധം, മറവ് ചെയ്യുന്ന വിഷയത്തിൽ ആർക്കാണ് മയ്യത്തിനോട് ബന്ധം, തൽക്കീൻ ചൊല്ലുന്ന വിഷയത്തിൽ മയ്യത്തിനോട് ആർക്കാണ് ബന്ധം, ഇങ്ങനെ ഒരു 4 സെഷനിലാണ് മയ്യത്തിനോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞ ഉടനെ, കുളിപ്പിക്കുമ്പോൾ, ഇമാമത്ത് നിൽക്കുമ്പോൾ, പിന്നെ ഈ തൽക്കീൻ ചൊല്ലിക്കൊടുക്കലുമായി ബന്ധപ്പെട്ട്, ഇതൊക്കെയാണ് 4 സെഷനിൽ മയ്യത്തിനോടുള്ള ബന്ധങ്ങളൊക്കെ. എന്താണ് നമ്മളെ പാഠഭാഗം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി എന്താ പറയാൻ പോകണമെന്നുള്ള മനസ്സിലായില്ലേ? ഓക്കെ. ഔലൻ നാസിബി തൽക്കീനിൽ മുഹ്തളരി. മുഹ്തളറിനൊക്കെ തൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾ. മുഹ്തളർ എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായവൻ, അല്ലല്ല മരിച്ചവനല്ല. മുഹ്തളർ അത് ഇഹ്തളറ പ്രസൻ്റായി, അവിടുത്തെ ഫായില്. ഇപ്പം മുഹ്തളർ എന്ന് പറഞ്ഞാൽ മഫൂലാണ്, മരണം ആസന്നമായവൻ, മരണമാസന്നമാകപ്പെട്ടവൻ. അതായത് സമ്മൺ വന്നിട്ടുണ്ട്, സമ്മൺ ആരാ, സമ്മൺ സംതിങ്, അത് മരണമാണ്. അപ്പം മരണം വന്നവൻ, മരിക്കാൻ കിടക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. പിന്നെ മരണമാസന്നമായവനോട് ഏറ്റവും തൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ഈ തൽക്കീൻ ഏതാ? ഇത് മൻ റബ്ബുക വമൻ നബിയുക എന്നുള്ള തൽക്കീനല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇട്ട് കൊടുക്കുന്ന തൽക്കീൻ. അതാണ് തൽക്കീൻ എന്നുള്ളതിൻ്റെ അർത്ഥം, ഇട്ട് കൊടുക്കുക എന്ന അർത്ഥം. ഉപദേശിക്കല്ല എന്ന് പറഞ്ഞല്ലോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് എന്തിട്ട് കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവനക്ക് ഇട്ട് കൊടുക്കണം. അതായത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനക്ക് ഓർമ്മ വരണം മരിക്കുന്ന സമയത്ത്. ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, മരിക്കണം. അതര വ്യായാമം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നാവ് കൊണ്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയില്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹിലായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹിലായിട്ട് എന്ത് ചെയ്യുക, മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്ക് അവൻ എന്ത് ചെയ്യണം, ഒന്ന് ഓർമ്മപ്പെടുത്തണം. കാരണം ഇനി അവനക്ക് പൈശാചികമായ ശല്യങ്ങൾ വരും. അവൻ്റെ ദോഷങ്ങളൊക്കെ ഒരു വീഡിയോ രൂപത്തിലാക്കി കൊണ്ടുവന്ന് ഇബ്ലീസ് ഇനി വരാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ പല ദുരന്ത സാഹചര്യങ്ങളും അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പവറുള്ള മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ എന്ത് ചെയ്യാണ്, അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പോകുന്ന സമയത്ത് അവനത് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓർമ്മപ്പെടുത്തണം. തൽക്കീൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ആരാണ് മയ്യിത്തിനക്ക് തൽക്കീൻ ചൊല്ലി കൊടുക്കേണ്ടത്? ഗൈറുൽ മുത്തഹമി, ഒരു തെറ്റിദ്ധരിക്കപ്പെടാത്ത ആള്. കൽ വാരിസി, വാരിസിനെ പോലെ, വല്ലതുബി ശത്രുവിനെ പോലെ, വൽഹാസിദി അസൂയക്കാരനെ പോലെ. അപ്പോൾ അസൂയക്കാരൻ ഒരാൾ മരിക്കാൻ കിടക്കുന്ന ആളരികിൽ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ
സ്വാഭാവികമായിട്ടും മരിക്കാൻ കിടക്കുന്ന ആളെനിക്ക് എൻ്റെ മരണം ഭൂതി വെച്ച് നടക്കുകയാണല്ലേ എന്ന് ചിന്ത വരും. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അസൂയക്കാരൻ എങ്ങനെയല്ലേ ഇയാൾ തട്ടിപ്പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ അത് യാഥാർത്ഥ്യമാണെങ്കിലും ആ ചിന്ത ആരിൽ കയറി വരാൻ പാടില്ല. മരിക്കാൻ കിടക്കുന്ന ആൾ തൻ്റെ ശത്രുവിനോടുള്ള, അത് അദുവ് അവിടെ വന്നിട്ടുണ്ട്, ശത്രുവിനോട് ഒരു നീരസത്തോടു കൂടെയായിരിക്കും ഈ ദുനിയാവെന്ന് പുറപ്പെടുക. ദുനിയാവെന്ന് പുറപ്പെടുന്ന സമയത്ത് നല്ലതല്ലാത്ത ചിന്തയിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ അബദ്ധമാണ്. പിന്നെ കൽവാരിസി അനന്തരവനെ പോലെ. അപ്പോൾ മരിക്കാൻ കിടക്കുന്ന സ്വത്തിനുടമയായ ബാപ്പയുടെ അരികിൽ വന്നുകൊണ്ട് മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ മനസ്സല്ലേ, ആ മനസ്സിൽ നിന്ന് ഇങ്ങനെ വന്നേക്കോ, എൻ്റെ മരണശേഷം ഓൻ എല്ലാം കൈക്കലാക്കാൻ വേണ്ടി കാത്തുക്കുക, പിൻക്കോൻ തഹ്ലീൽ ചൊല്ലി തരിക, ചികിത്സിക്കാൻ മരുന്നിന് കൊണ്ടുപോകുകയല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ജീവൻ നിലനിർത്താൻ നോക്കുകയല്ല ചെയ്യുന്നു, എന്നെ ഇങ്ങനെ മരിപ്പിക്കുകയാണ് എന്നുള്ള ചിന്ത വരാനുള്ള ലെസ് പോസിബിലിറ്റി അവിടെയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾ അവിടെ എന്ത് ചെയ്തേക്കണം, വിട്ടുക്കണം. അത് നിർബന്ധമോ അല്ലെങ്കിൽ അവരവിടെ പോയി നിൽക്കുന്നതോ പാടില്ല എന്നുള്ളതല്ല, ഏറ്റവും നല്ലതാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ അപ്പം എന്നാൽ വലിയ മഹാന്മാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചൊന്നും ഉണ്ടാവില്ല. ദുനിയവിയായ മോഹങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ വിധിയെ നല്ല നിലയ്ക്ക് ഏറ്റുവാങ്ങാൻ പോകുന്ന, മരണത്തെ ക്ഷണിച്ച് വിളിച്ച് വരുത്തിക്കൊണ്ട് നല്ല നിലയ്ക്ക് യാത്ര അയക്കാൻ പോകുന്ന വലിയ മഹാന്മാരുണ്ട്. അവരുടെ മക്കളോ അവരുടെ ശത്രുക്കളോ അവരുടെ ഹാസിദീങ്ങളൊക്കെ അവരെ എരികിൽ വന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമില്ല. അത് ലൗമത്തെ ലായിം, ലായുബാലി ലൗമത്തെ ലായിമിൻ്റെ ലൗമിനെ വകവെക്കാത്തവരാണ് അവർ. അതാണ്. പക്ഷെ അത് എല്ലാ സ്ഥലത്തും അങ്ങനെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിക്കൊള്ളുന്നുണ്ടാവില്ല. സോ അങ്ങനെ ബേസിക്കായിട്ടൊരു നിയമം, ഒരു സൂക്ഷ്മത പരിശുദ്ധ മതം വെച്ചു. അതെന്താ, നല്ല നിലക്ക് മരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അസൂയക്കാരനക്ക് ഒരു മാറ്റമില്ല. അയാൾ കുറേ അസൂയ വെച്ച് അങ്ങോട്ടിപ്പോൾ ഇവിടെ വിധി മാറുമോ? അസൂയ വെച്ചു എന്നതിൻ്റെ പേരിൽ അസൂയ വെക്കപ്പെടുന്ന ആളിൻ്റെ വിധി മാറുമൊന്നുമില്ല. ഇവൻ്റെ അസൂയ കൊണ്ട് ഇപ്പം എന്തെങ്കിലും ഗുണം കിട്ടുമോ? അസൂയക്കാരനൊക്കെ ഒരു ഗുണം അവിടെ കിട്ടാൻ പോകണമെന്നില്ല. പക്ഷെ മരിച്ചു പോകുന്ന ആളിനക്ക് നല്ല രീതിയിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ്. ഔലാഹും ബിത്തഖ്മീലിഹി. അപ്പം ഇനി മരിച്ചു കഴിഞ്ഞു, ഈ തഖ്മീൽ കണ്ണ് ചിമ്പാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ബിഹി അഖിബ മൗതിഹി, മരിച്ച ഉടനെ ചെയ്യേണ്ട 7ഓളം സംഗതികളുണ്ട്. ആ സംഗതിയിലൊക്കെ ഏറ്റവും ബന്ധപ്പെട്ടത് അർഫഖു മഹാരിമിഹി, ആ മയ്യത്തിൻ്റെ മഹ്റമുകളിൽ വെച്ചിട്ട് ഏറ്റവും റിഫഖുള്ള ആളാണ്. അർഫഖു മഹാരിമിഹി, ആ മയ്യത്തിൻ്റെ മഹ്റമുകളിൽ വെച്ചിട്ട് ഏറ്റവും റിഫഖുള്ള ആൾ. മഹ്റമുകൾ അതിൽ അടുത്ത കുടുംബക്കാർ, ബന്ധുക്കളിൽ തന്നെ അവരുടെ പെരുമാറ്റവും സ്വഭാവവും തന്നെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിൽ അർഫഖാണ് നിൽക്കേണ്ടത്. അർഫഖ് പറഞ്ഞാൽ എന്താ, ഏറ്റവും ദയയുള്ള ആൾ, കൈൻഡസ്റ്റ് ആയ ആളാണ് വേണ്ടത്. കാരണം അതാണ് ഏറ്റവും നല്ല, ഇവർക്കും ചെയ്യുന്ന ആളിനും മയ്യത്തിനോട് ചെയ്യാനുള്ള ആദരവ്. ഇനിയൊക്കെ നമ്മൾ ചെയ്യുന്നത് മയ്യത്തിനോടുള്ള ആദരവ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മയ്യത്തിനോട് എന്താണ് ചെയ്യുന്നതെല്ലാം ആദരവിൻ്റെ രൂപത്തിലായിരിക്കണം. അതാണ് പരിശുദ്ധ മതം നമ്മെ പഠിപ്പിക്കുന്ന. കുളിപ്പിക്കുന്നിടത്ത്, മറവ് ചെയ്യുന്നിടത്ത്, കൈകാര്യം ചെയ്യുന്നിടത്തെല്ലാം വിത്ത് റെസ്പെക്റ്റാണ് എന്ത് ചെയ്യണത്, ചെയ്യുന്നത്. നമ്മൾ കുളിപ്പിക്കണവരെ പറഞ്ഞ സമയത്ത് പറഞ്ഞല്ലോ, ഒരു സാധാരണ ഒരു കുട്ടിയെ, 2-3 വയസ്സായ ഒരു കുട്ടിയെ ഉമ്മ കുളിപ്പിക്കുന്ന ഒരു ലാഘവത്തോടല്ല മയ്യത്തിനെ കുളിപ്പിക്കണം. നമ്മൾ പറഞ്ഞ് കൃത്യമായി ചരിച്ചു കിടത്തി, കയ്യിൽ താങ്ങി, മുഖം മണ്ണിൽ കുത്താതെ, സോഫ്റ്റായ രീതിയിൽ, ശരീരത്തിന് വേദനയൊന്നും പെടുത്താത്ത രീതിയിൽ, മാന്യമായ രീതിയിൽ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മയ്യത്തിൻ്റെ വാരിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു അശണ്ടയുടെ സ്മെല്ല് വരെ മറ്റുള്ള ആളുകൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടി അതിനെ കുഴിച്ചു മൂടിക്കൊണ്ട്, ആ സമയത്ത് കർപ്പൂരവും മറ്റെല്ലാം കത്തിച്ചുകൊണ്ട് അവിടെ നല്ല സുഗന്ധമുണ്ടാക്കണം. അങ്ങനെ പോലും മയ്യത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് മറ്റുള്ള ആളിനൊക്കെ വെറുപ്പുണ്ടായ രീതിയിൽ, മോശം എന്ന് മരിച്ചു കിടക്കുന്ന ആളെപ്പോലും മാനസികമായ വെറുപ്പ് പോലും ഉണ്ടാക്കല്ലേ എന്ന് പരിശുദ്ധ മതം എന്ത് ചെയ്യാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ആദരവ് മയ്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾ പേ ചെയ്യണം.
അപ്പോൾ അതോടുകൂടെ അപയ ചെയ്യാൻ ഏറ്റവും നല്ലത് കണ്ണ് ചിമ്പി കൊടുക്കാൻ, അവയവമയപ്പെടുത്താൻ, വയറിൻ്റെ മേലിൽ കനം വെക്കാൻ, കുളിപ്പിക്കാൻ, ഇങ്ങനെ തുടങ്ങിയ ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ, നിലവിലിട്ട ഡ്രസ്സ് മാറ്റിയിട്ട് ഒരു സോഫ്റ്റായ ഡ്രസ്സ് ധരിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് മഹ്റമുകളാണ്. അപ്പോൾ ഒരു അന്യ പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ അന്യപുരുഷൻ അവിടെ വരരുത്, അല്ലെ അന്യപുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ അന്യ പെണ്ണും വരരുത്. കാരണം മരണപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ അവയവങ്ങളിലൊക്കെ ലൈംഗികത നിലനിൽക്കുന്ന അവയവങ്ങളൊക്കെ അപ്പോഴും അതിൻ്റെതായ ഒരു ശോഭ മനുഷ്യൻ സംബന്ധിച്ച് അതുണ്ടാകും. ജീവൻ പോയി എന്നുള്ളത് മറ്റൊന്നാണെങ്കിലും അതിൻ്റെ രൂപവും ചിത്രവും ഭാവങ്ങളും ഒക്കെ അപ്രകാരം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അപ്പോഴും ഹറാമിൻ്റെ ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഔ അഹദു സൗജൈൻ, അല്ലെങ്കിൽ ഇണകളിൽ നിന്ന് ഒരാൾ, ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ. അത് പിന്നീടുള്ള ഓപ്ഷനായിട്ട് വരുന്നത് ഏറ്റവും നല്ലത് മഹ്റമുകളാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത സെഷൻ, ഇപ്പം 2 സെഷൻ വന്നൊന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മയ്യത്തിനോട് ഏറ്റവും കണക്റ്റാവേണ്ട ആളും, പിന്നെ മരിച്ച ഉടനെ ചെയ്യേണ്ട കുറച്ച് സംഗതികളിൽ ഏറ്റവും കൂടുതൽ മയ്യത്തിനോട് കണക്റ്റാവേണ്ട ആളെയും പറഞ്ഞു. ശേഷം വൽ ഔലാ ബി ഗസ്ലി റിജാലി, പുരുഷന്മാരെ കുളിപ്പിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് റിജാലു, പുരുഷന്മാരാണ്. ഇപ്പം മരിച്ചത് ആണാണോ, ആണുങ്ങൾ കുളിപ്പിക്കുക. ഇനി ആണുങ്ങളിൽ പിന്നെ നമ്മൾ ആർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു, അതാണ് നെക്സ്റ്റ് ചർച്ച. ഔലാഹും ബിഹി, ഏറ്റവും ബന്ധപ്പെട്ടത് ഔലാഹും ബിസ്വലാത്തി അലൈഹി, മയ്യത്തിൻ്റെ മേലിൽ നിസ്കരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾ. മയ്യത്തിന് മരിച്ചു കിടക്കുന്ന ആളിലേക്ക് ഇമാമ് നിൽക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ അവിടെ പറയുന്നുണ്ട്. ശേഷം നമ്മളവിടെ പറയും. അവരാണ് കുളിപ്പിക്കാനും ഏറ്റവും ബന്ധപ്പെട്ട ആളുകളായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ പണ്ഡിതനാണ് ഇമാമുക്ക് വേണ്ടി വരിക. ആ പണ്ഡിതനും എന്താണ് കുളിപ്പിക്കാൻ വരേണ്ടി വരും. കാരണം കുളിപ്പിക്കൽ ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് നാട്ടിലെ ചുമട് തൊഴിൽക്കാരുടെ പണിയല്ല. അങ്ങനെ പള്ളി ക്ലീനാക്കാൻ വരുന്ന ആളുകൾ തന്നെ മയ്യിത്ത് കുളിപ്പിക്കാൻ പോകാമെന്നുള്ളതല്ല. വലിയ മഹാന്മാരെ മയ്യിത്ത് കുളിപ്പിക്കുന്നത് വലിയ മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ മയ്യിത്ത് കുളിപ്പിക്കലുമായി ബന്ധപ്പെട്ടും ഖബറിൽ ഇറക്കലുമായി ബന്ധപ്പെട്ടൊക്കെ ഖബറിലുലമയാണല്ലോ ഉണ്ടായത്. അപ്പോൾ അവരുടെ സ്ഥാനമാനങ്ങൾക്കൊത്ത് അത് ചെയ്യാൻ നിൽക്കുന്ന, അതിലേക്ക് ഒരുങ്ങുന്ന ആളുകൾ അവർക്കും ഏറ്റവും ബന്ധപ്പെട്ടത്. കാരണം അവിടെ അറിവും കഴിവും സ്നേഹവും പക്വതയും പാകുതയൊക്കെ കുളിപ്പിക്കുന്ന സ്ഥലത്തും അനിവാര്യമാണ്. അതുകൊണ്ടാണ് മയ്യിത്തിനെ കുളിപ്പിക്കാനുള്ള ഒരു ബന്ധമൊക്കെ അവിടെ പറയുന്നുണ്ട്. അതോടുകൂടെ സ്നേഹം, തപിക്കുന്ന മനസ്സ്, ഇതൊക്കെ മയ്യിത്തുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അവിടെ പ്രാധാന്യം നോക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചു കിടക്കുന്ന ആണായ മയ്യിത്തിനെ കുളിപ്പിക്കാൻ ആരാണോ ഇമാമ് കൊണ്ട് ഏറ്റവും അവിടെ പ്രിഫറബിൾ ചെയ്യേണ്ടത്, അവരാണ് കുളിപ്പിക്കാനും വരേണ്ടത്. പിന്നെ സുമ്മരിജാലുൽ അജാനിബു, പിന്നെയാണ് അന്യ ആളുകൾ. ഇപ്പോൾ സംഘടനാ പ്രവർത്തകർ, അങ്ങനത്തെ ആളുകളൊക്കെയാണ് അവിടെ വരേണ്ടത്. സുമ്മ സൗജത്തു, പിന്നെയാണ് ഭാര്യ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് കയറി വരാനുള്ള ഓപ്ഷൻ അന്യപുരുഷനും ഇല്ലാത്ത, അന്യപുരുഷൻ മീൻസ് മയ്യത്തിനെ തൊട്ട് അന്യന്. മയ്യത്തിനക്ക് ഇയാൾ ആരല്ല, ഉപ്പയോ ഉമ്മയോ ഉപ്പയോ സഹോദരനോ മകനോ അങ്ങനെ ആരുമല്ലാത്ത ഒരു മയ്യത്തിൻ്റെ ബന്ധത്തിൽ അന്യനായ ഒരാണും കഴിഞ്ഞിട്ട് ആർക്ക് അവിടെ സാധ്യതയുള്ളൂ, ഭാര്യയ്ക്ക് സാധ്യതയുള്ളൂ. കാരണം അവിടെ ഭർത്താവിൻ്റെ സ്വകാര്യതകളും ഭർത്താവിൻ്റെ ശരീരമൊക്കെ ഭാര്യ അവിടെ കഴുകാനും കുളിപ്പിക്കാനൊക്കെ വരുന്ന സമയത്ത് ഒരു വേദന, പിന്നെ ഒരു ചിന്ത അതൊക്കെ അവിടെ കടന്നു വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവിടെ നല്ലത് പുരുഷന്മാരാണ്. പിന്നെ ഇല്ല, അങ്ങനെ പുരുഷന്മാരും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓപ്ഷൻ ആര് കൊടുക്കുന്നു, സ്ത്രീ കൊടുക്കുന്നു. സുമ്മന്നിസ ഉൽ മഹാരിമു, പിന്നെയാണ് മഹ്റമുകളായ സ്ത്രീകൾ. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, മകൻ മരിച്ചു കഴിഞ്ഞാൽ വാപ്പ ആണ് ആദ്യം കുളിപ്പിക്കാൻ അവിടെ ഓപ്ഷൻ കൊടുക്കേണ്ടത്. ബാപ്പ അല്ലെങ്കിലാണ് പിന്നെ അയൽവാസിയും അന്യരും ശിഷ്യരും സംഘടനാ പ്രവർത്തകരൊക്കെ വരേണ്ടത്. അവരില്ലെങ്കിൽ പിന്നെയാണ് ആര് വരേണ്ടത്, ഭാര്യയ്ക്ക് വരേണ്ടത്. ഭാര്യ ഉണ്ടായിരിക്കും, ഉമ്മയും സഹോദരിയും വരണ്ട. ഉമ്മയും സഹോദരിയും അമ്മായിയൊന്നും ഇവനെ കുളിപ്പിക്കാൻ വരേണ്ട. കാരണം അവരെക്കാളിലും കൂടുതൽ അവൻ്റെ ശരീരം തൊടാനും
അതിനൊക്കെ ബന്ധപ്പെട്ടത് ആര് തന്നെയാണുള്ളത്? സ്വന്തം ഭാര്യ തന്നെയാണുള്ളത്. അങ്ങനെ ഭാര്യയും ഇല്ലെങ്കിലാണ് പിന്നെ ആരിലേക്ക് ഓപ്ഷൻ കടന്നു വരിക? മഹ്റമുകളായ സ്ത്രീകളിലേക്ക്. പുരുഷന്മാർ പറഞ്ഞ സമയത്ത് ആദ്യം നമ്മൾ പറഞ്ഞു വല്ലൗലാബി ഖസ്രി റിജാലി അരിജാലു, പുരുഷന്മാരാണ് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ ആ പുരുഷന്മാരിൽ തന്നെ ആ പുരുഷന്മാരെ നമ്മൾ കാറ്റഗറി ആക്കുക. ഔലാഹും ബിഹി ഔലാഹും ബിസ്വലാത്തി, ആരാണോ മയ്യിത്ത് നിസ്കരിക്കാൻ ഏറ്റവും അവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾ. അപ്പോൾ ഒരു കാറ്റഗറിയിൽ കുടുംബക്കാരായ പുരുഷന്മാർ. ഇനി നെക്സ്റ്റ് പോണത് അന്യപുരുഷന്മാർ മീൻസ് മയ്യിത്തിന് കുടുംബ ബന്ധം ഇല്ലാത്ത അന്യ സംഘടനാ പ്രവർത്തകരൊക്കെ കൂട്ടിക്കോളെ, ശിഷ്യന്മാർ, ഉസ്താദുമാർ, അവരൊക്കെ രണ്ടായി. മൂന്നാമത്തേതാണ് ഭാര്യ, സ്വന്തം ഭാര്യ. അത് പിന്നെ ഇനി എത്ര ഭാര്യമാരുണ്ടെങ്കിലും അത് ഉൾക്കൊട്ടുർത്ത്. സുമ്മന്നിസാഉൽ മഹാരിമു, പിന്നെ നാലാമത്തേതിലാണ് ഉമ്മ, സഹോദരി, പിന്നെ അമ്മായി, പാൻ്റെ പെങ്ങള്, അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ അതിൽ ഭാര്യയുടെ ഉമ്മ, അങ്ങനെയൊക്കെ എന്ത് മഹ്റമുകളുടെ കൂട്ടത്തിൽ കയറി വരുന്നത്. ഓക്കെ. അപ്പോൾ ഒരിക്കലും ഭർത്താവ് മരിച്ച് കിടക്കുമ്പോൾ അവിടെ ആണുങ്ങളുണ്ടായിരിക്കെ ഭാര്യ പോകേണ്ട ആവശ്യമില്ല. അല്ല, മഹ്റമ് പറയുന്നത് എന്താ? വിവാഹബന്ധം ഹറാമായവരാണ്, അങ്ങനെയാണ് മഹ്റമ് പറയാം. അതിൽ സൗജ് അതിൽ പെടൂലല്ലോ, അതിലവിടെ പെടൂല. അത് വിവാഹബന്ധം ഹറാമായവർ എന്നുള്ളതാണ് മഹ്റമുകൾ ഉദ്ദേശിക്കുന്നത്. സഹോദരി, ഒരുത്തർക്ക് അവൻ്റെ സഹോദരിയെ വിവാഹം ചെയ്യാൻ പറ്റൂല, ഉപ്പയുടെ പെങ്ങളായ അമ്മായിനെ വിവാഹം ചെയ്യാൻ പറ്റൂല, ഉമ്മയെ വിവാഹം ചെയ്യാൻ പറ്റൂല, ഉപ്പയുടെ ഭാര്യയെ വിവാഹം ചെയ്യാൻ പറ്റൂല. അങ്ങനെ കുറേ മഹ്റമുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ അതന്നെ മഹ്റമായ ആൾ പറയുന്ന സമയത്ത് അവിടെ ഇത് ഉദ്ദേശിക്കുന്നത് ഭർത്താവിൻ്റെ അപ്പുറം മഹ്റമായ ഒരാൾ, ഭർത്താവിൻ്റെ കൂടെ എന്തായാലും പോകാം, അത് നോ ഡൗട്ട്. പിന്നെ മഹ്റം ഉദ്ദേശിക്കുന്നത് ഇതാണ്, സഹോദരന്മാരോ ഉപ്പയോ അമ്മോനോ ആ അർത്ഥത്തിനുള്ള ആൾ. അങ്ങനെ തന്നെയുള്ളത്. അപ്പോൾ പുരുഷൻ്റെ കാറ്റഗറി കഴിഞ്ഞു. അടുത്തത് വൽ ഔലാബി വസിലിൻ നിസാഇ അന്നിസാഉ, സ്ത്രീനെ മയ്യിത്ത് കുളിപ്പിക്കുകയാണ്. ആരാ വരണ്ടേ? സ്ത്രീകൾ തന്നെ വരണ്ടേ. ആ സ്ത്രീകളിൽ ആരാണ് വരണ്ടേ? ഔലാഹുൻ നബിഹി അന്നിസാഉൽ അഖാരിബു, അടുത്ത സ്ത്രീകൾ. അപ്പോൾ ഉമ്മയാവുമ്പോൾ ഉമ്മയാണ് മരിച്ചെടുക്കുന്നത് വെച്ചാൽ മകൾ, ഉമ്മയുടെ സഹോദരി, ആ ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ അമ്മായി, അങ്ങനെ തുടങ്ങിയിട്ട് അടുത്ത കുടുംബക്കാരികൾ ആ സ്ത്രീകളാണ് വരേണ്ടത്. അവരില്ലെങ്കിലാണ് സുമ്മന്നിസാഉൽ അജാനിബ്. പിന്നെ അടുത്ത ഓപ്ഷൻ പോകുന്നത് ഈ കുടുംബ ബന്ധമൊന്നുമില്ലാത്ത അന്യരായ സ്ത്രീകൾ. പിന്നെയാണ് സുമ്മ സൗജു. പിന്നെ മൂന്നാമത്തേലാണ് ആര് വരുന്നത്? ഭർത്താവ്. മരിച്ചു കിടക്കുന്ന ഭാര്യയെ കുളിപ്പിക്കാൻ ആ ഭാര്യയുടെ കുടുംബക്കാരും അയൽവാസി സ്ത്രീകളൊന്നും ഇല്ലെങ്കിൽ ആര് പോയാൽ മതി? ഭർത്താവ് പോയാൽ മതി. ഭാര്യ മരിച്ചെടുക്കുന്ന ഭാര്യനെ പോയിട്ട് എന്ത് ചെയ്യേണ്ട? കുളിപ്പിക്കേണ്ടാതെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെയാണ് ഭർത്താവ് ഇല്ലെങ്കിലാണ് ആര് പോകേണ്ടത്? സഹോദരന്മാർ പോകേണ്ടത്. അപ്പോൾ ഒരുത്തൻ്റെ സഹോദരി മരിച്ചു കഴിഞ്ഞാൽ അവനല്ല കുളിപ്പിക്കാൻ പോകേണ്ടത്. ആരാ പോകേണ്ടത്? പെണ്ണുങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭർത്താവ് പോകണം, അളിയൻ പോകണം. അളിയനും ഓരും ഇല്ലെങ്കിലാണ് സഹോദരിയെ കുളിപ്പിക്കാൻ ആര് പോകേണ്ടതുള്ളൂ? സഹോദരൻ പോകേണ്ടതുള്ളൂ. ഓക്കെ. അടുത്ത വൽ കാഫിറു. യെസ് യെസ് യെസ്. ഉള്ള അയൽവാസികൾ ആ നാട്ടിൽ അവള് പറഞ്ഞത് ആ നാട്ടിൽ ഉള്ള ആളുകളാണ് നോക്കണ്ടേ. ഇപ്പോൾ ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞു, അപ്പം ഞാൻ നാട്ടിൽ ആരാണ്? വേറെ പെണ്ണുങ്ങളുണ്ടാവുമല്ലോ. അപ്പം ആ പെണ്ണുങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? മരിച്ചതറിണ്ട് കുളിപ്പിക്കാൻ വരേണ്ടത്. അങ്ങനെ പെണ്ണുങ്ങളും ഒന്നുമില്ല. അങ്ങനത്തെ നാടാണെങ്കിലാണ് വരേണ്ടത്. ഇപ്പം ഇവിടുന്ന് എന്ത് മനസ്സിലാവണം?
അന്യ പെണ്ണിനെ അന്യ ആണ് കുളിപ്പിക്കണ ഓപ്ഷൻ ഇല്ലാന്ന്. അയൽവാസി ഒരു നാട്ടിൽ ഒരു അന്യ ആണും ഒരു അന്യ പെണ്ണും ഉണ്ടായിരുന്നത് നോക്കുക, അങ്ങനത്തെ ഒരു നാടായിരുന്നു. അതിലാരെങ്കിലും ഒരാൾ മരിച്ച്, അല്ലെങ്കിൽ അന്യരാണ് മരിച്ച്, അല്ലെങ്കിൽ പെണ്ണ് മരിച്ച്. ഇനി ഇവ ഫർളൈഫായ പറഞ്ഞിട്ട് ഇവ അവളെ കുളിപ്പിക്കാൻ പറ്റുമോ? ആ ഓപ്ഷൻ ഇല്ല. എന്തില്ല? ഓപ്ഷൻ ഇല്ല, കുളിപ്പിക്കണ്ട. ആ ഉം. ഇവിടുത്തെ ഉം. ഇല്ല, ഓൽക്കവിടെ നിർബന്ധമില്ല, ഓൽക്കവിടെ പാടില്ല, ഹറാമാണ്. ഒരിക്കലും അന്യ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കാൻ, അല്ലെങ്കിൽ അന്യ ആണിനെ മയ്യത്ത് കുളിപ്പിക്കാൻ എന്തില്ല, അന്യർക്ക് പറ്റൂല. എങ്ങനെ? ഇല്ല. അല്ല. ഇവർക്ക് അങ്ങനെ ഓപ്ഷൻ വരുന്നില്ലേ? നമുക്കിപ്പോ വരുന്നത് പോരെ. ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഇശാ ബാങ്ക് കൊടുത്തു, വേറെ ഏതോ നാട്ടില് ഇശാ ബാങ്ക് കൊടുത്തു, അവിടുത്തെ ആളുകൾ നിസ്കരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും ഇശാ നിസ്കരിക്കണമെന്നില്ലല്ലോ. നമുക്ക് ഷറഇന്റെ ഒരു കാര്യത്തിൽ നമ്മളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ ഉള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. മറവി വരും, മറവിയിൽ നിർബന്ധമാണ്. കുളിപ്പിക്കാൻ പറ്റാത്തത് തയമ്മും ചെയ്യണ ഓപ്ഷനാണെങ്കിൽ തയമ്മും ചെയ്യാൽ, തയമ്മും നടക്കില്ലെങ്കിൽ അതും ചെയ്യണ്ട. അതിൻ്റെ പേരിൽ കുളിപ്പിക്കാനില്ലാത്തതുകൊണ്ട് കുളിപ്പിക്കാനും പറ്റില്ല. മറവ് ചെയ്യൽ എന്താണ്? അത് നിർബന്ധമാണ്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, മൈറ്റ് കുളിപ്പിക്കുന്ന സമയത്ത് ആ കുളിപ്പിക്കുന്ന റൂമിലേക്ക് ആർക്കൊക്കെയാണ് കയറാനുള്ള പെർമിഷൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. ആ ടെൻറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാതെ, അവിടെ ഒരു പണ്ഡിതനൊക്കെ അപ്പം അപ്പുറത്തുണ്ടാവുക എന്നുള്ളത് നല്ലതാണ്. ഇപ്പം പെണ്ണുങ്ങളാണ് കുളിപ്പിക്കുന്നതെങ്കിലും ഇപ്പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക, ഒരു നിർദ്ദേശം എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അത് കുഴപ്പമില്ല. ഓക്കെ, ആ കോർഡിനേഷൻ നല്ലതാണ്. അടുത്ത് വൽ കാഫിറു വൽ ഖാത്തിലു വൽ അദുവു. കാഫിർ, വൽ ഖാത്തിലു കൊലയാളി മീൻസ് ഇപ്പം മരിച്ചു കിടക്കുന്ന ആളെ കൊന്ന ആള്. വൽ അദുവു ഇപ്പം മരിച്ചു കിടക്കുന്ന ആളുടെ ശത്രു. വൽ ഫാസിഖു തമ്മാടി, പരസ്യമായി തെറ്റു ചെയ്യുന്ന ഫാസിഖ്. വസ്വബിയു കുട്ടി. ലൈസ ലഹും ഹഖു തഖദീം ഓലൊന്നും മുന്തിക്കേണ്ട ആവശ്യമില്ല, അവരൊന്നും ഒരിടത്തും പ്രിഫറൻസ് അവർക്ക് കൊടുക്കേണ്ട. അതായത് ഇപ്പോൾ കാഫിറിന് പ്രിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആണിനെ കുളിപ്പിക്കാൻ ആണാന്ന് പറഞ്ഞു. എന്നമാതിരി ഉപ്പ മരിച്ചപ്പോൾ ഈ ഉപ്പയുടെ ഒരു മോൻ എന്താണ്, കാഫിറാണ്. അപ്പം പിന്നെ ഇനി ഇവനാണ് ഉപ്പയുടെ മകന് എന്ന നിലക്ക് കാഫിറായ മകനെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയില്ല, ഓനക്ക് അവിടെ ഒരു പരിഗണനയില്ല. ഇനി അടുത്ത ഓപ്ഷന് വേറെ അങ്ങോട്ട് പോകുക, അന്യ കുടുംബക്കാരല്ലാത്ത മറ്റാണുങ്ങളിലേക്ക് പോവുക, ഭാര്യയിലേക്ക് പോവുക, മഹ്റമുകളായ സ്ത്രീകളിലേക്ക് പോവുക. ഈ കാഫിറോ, അല്ലെങ്കിൽ കൊന്നവനോ, ഈ ശത്രുവോ, ഈ കുട്ടിയോ, ഈ ഫാസിക്കോ ഓലൊന്നും എന്തില്ല, ഒരു പരിഗണനയും കൊടുക്കണ്ട. അപ്പോൾ നാട്ടിൽ ഒരു വ്യക്തി മരിച്ചു, അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു. മകൻ നാട്ടിൽ അറിയപ്പെട്ട പലിശക്കാരനാണ്, അല്ലെങ്കിൽ അവനറിയപ്പെട്ട പെണ്ണുങ്ങളെ വെച്ചിട്ട് സ്വന്തം ഭാര്യനെ ശരീരം വെളിവാക്കിക്കൊണ്ട് വ്ളോഗ് ചെയ്യുന്ന ആളാണ്, പരസ്യമായി കള്ളു കുടിക്കുന്ന ആളാണ്, ഫാസിക്കാണ്. ഓനക്ക് എന്ത് ചെയ്യണ്ട, ഒരു പ്രിഫറൻസും അവിടെ കൊടുക്കണ്ട. ഇല്ല, ഇനി ഓൻ ഇടിച്ച് കയറി മറ്റുള്ളവരൊക്കെ തള്ളി മാറ്റി വന്നു കഴിഞ്ഞാൽ കാര്യം അവിടെ നടക്കും. ഓന ഡു വി കൺസിഡർ ഹിം? നോ, അവിടെ അവനക്കൊരു കൺസിഡറേഷൻ വേണ്ട. അതാണ് ലൈസലഹും ഹക്കു തഖദീം എന്ന് പറഞ്ഞത്. അപ്പോൾ കുട്ടിയും അങ്ങനെ തന്നെയാണ്. ഒരു മയ്യത്ത് മരിച്ചു, ഒരു ആൺകുട്ടി മാത്രമാണ് മരിച്ച മയ്യത്തിനുണ്ടായിരുന്നത്. ഇനി ആ കുട്ടീനെ വെച്ചിട്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടതും
ആ കുട്ടീനെ വെച്ചിട്ടാണ് ഇമാമത്ത് നിൽക്കേണ്ടില്ല. കുട്ടി ആയതുകൊണ്ട് മയ്യിത്ത് കുളിപ്പിക്കാനൊന്നും ഇത് കൊടുക്കേണ്ട കാരണം ഇവിടെ കുറേ കാര്യങ്ങൾ അറിയാനും നിർബന്ധം വിടാനൊക്കെ ഉണ്ട്. അതിന് മറ്റു മതസ്ഥർ കാട്ടുന്ന പോലെ മറ്റു മതസ്ഥർ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അവരുണ്ടല്ലോ ഒരു ഈറനെടുത്തുകൊണ്ട് നനഞ്ഞ തോർത്തെടുത്ത് പിന്നെ കുടം പൊട്ടിച്ചിട്ട് ചെറിയ കുട്ടികൾ വരെ അങ്ങനെ ശവത്തെ റൗണ്ട് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് ഇവിടെ ഇല്ല. കുട്ടിയാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ.